ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വൈകിട്ടത്തെ ചായയുടെ കൂടെയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി എന്താണെന്നല്ലേ? ചെമ്മീൻ മസാലപ്പുട്ട്. അപ്പം ഒരുവിധ ആളുകൾക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയായിരിക്കും, എങ്കിലും ഉണ്ടാക്കാൻ അറിയാത്ത ആളുകൾ എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണിൽ പോയി ഓൾ എന്ന ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പം ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഈ റെസിപ്പി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ? വീഡിയോ കാണാം. ആദ്യം തന്നെ ഞാനിതിലേക്ക് 200 ഗ്രാം അളവിലാണ് ചെമ്മീൻ എടുത്തത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 വലിയ ഉള്ളിയാണ്. അത് ചെറുതായി അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 10-15ഓളം ചെറിയുള്ളി കൂടി ആവശ്യമുണ്ട്. അത് ചെറുതായി അരിഞ്ഞ് മാറ്റി വെക്കുക. പിന്നെ ഞാനൊരു 1/2 കപ്പ് അളവിൽ തേങ്ങ കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പുട്ടിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഒരു ടേബിൾ സ്പൂണോളം വരും, അതുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ഉണ്ട്. പിന്നെ ഒരു പിടി കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1.5 കപ്പ് അളവിലാണ് പുട്ടുപൊടി എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് വയ്ക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് ആ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിലേക്കാണ് ഞാൻ മുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് ചെമ്മീനിൽ തിരുമ്മി പിടിപ്പിക്കണം. അപ്പം നമ്മളുടെ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കുക. അപ്പോൾ വേണമെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഈ മസാലയൊക്കെ നമ്മളുടെ ചെമ്മീനകത്ത് നന്നായിട്ട് ഒന്ന് പിടിച്ച് കിട്ടും. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ, അതാണ് കുറച്ച് ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിൻ്റെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ എല്ലാ ചെമ്മീനും നമുക്ക് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കണം. ഒരുപാട് അങ്ങ് മുരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അങ്ങനത്തെ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് വറുത്ത് കോരി അത് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും മിക്സ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുക. ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വലിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് കുഴഞ്ഞ് കിട്ടുന്ന രീതിയിൽ കുറച്ച് നേരം ഒന്ന് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളില്ലേ, 10-15 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഈ ഒരു സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ അടച്ച് വെച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഉള്ളിയൊക്കെ അത്യാവശ്യം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. കാശ്മീരി മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് ഇളക്കി ഉള്ളിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളൊക്കെ ഉള്ളിൽ പിടിച്ച് ആ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്ന സമയം വരെ നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മളുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുന്ന രൂപത്തിൽ ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഞാനിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന്
ജസ്റ്റ് ഉള്ളി ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അതിനുശേഷം നേരത്തെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ ഈ ഒരു സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്. എന്നിട്ട് ഇത് നന്നായിട്ട് മസാലയും ചെമ്മീനൊക്കെ മിക്സാക്കി കുറച്ച് സമയം ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഓൾറെഡി ചെമ്മീൻ വെന്തതാണ്, എന്നാലും ഈ മസാലയുടെ ടേസ്റ്റൊക്കെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മല്ലിയിലൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇതെല്ലാവരും ഇങ്ങനെ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ഇതേ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് തന്നെ ഈ ഫില്ലിംഗ് ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സൈഡായിട്ട് ഈ ഫില്ലിങ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഞാൻ 1.5 കപ്പ് അളവിലാണ് പുട്ടുപൊടി എടുത്തത്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എൻ്റെ കൈ വെച്ച് നന്നായിട്ട് ഞാനിത് കുഴച്ചെടുക്കുന്നുണ്ട്. തേങ്ങയും ഉപ്പും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് ഞാനിപ്പോൾ പുട്ടുപൊടി കുഴച്ചെടുക്കുന്നത്. ഒരു കപ്പ് അളവിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കട്ട കെട്ടാണ്ട് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക. പുട്ടിൻ്റെ പാകത്തിൽ നമ്മൾ കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കുക. ഇനി ഞാനിതിലേക്ക് പുട്ടും കുറ്റിയിലേക്ക് ഓരോരോ ഫില്ലിംഗ് ആയിട്ട് ഇടാൻ വേണ്ടി പോവാണ്. ആദ്യം ഞാൻ കുറച്ച് തേങ്ങയും ഫില്ലിങ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയതാട്ടോ. നമുക്ക് ബാക്കിയുള്ള പൊടിയും മസാലയും ഇതേപോലെ അടുക്കടുക്കായിട്ട് നിറച്ച് കൊടുക്കാം. നിറച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിത് ആവി കയറ്റാനായിട്ട് അടുപ്പത്തേക്ക് മാറ്റാം. ആവി വരുന്നവരെ നമുക്കിനി ഇത് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ മസാല പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇതിന് വേറെ പ്രത്യേകിച്ച് കറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു മസാല കൂട്ടിയിട്ട് മാത്രം നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങളുടെ വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. ഇനി പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.